ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതി. പാലക്കാട്ടെ യുവതിയാണ് ലൈംഗിക പീഡന പരാതി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിന് നൽകിയത്. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? ഒപ്പം ഈ പരാതിയിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ മറുപടി. ആ നടപടി എന്താണെന്നടക്കം ഇനി അറിയേണ്ടിയിരിക്കുന്നു. ആര്യ, വർഷങ്ങൾ മുൻപുള്ള പീഡന പരാതിയാണ് ഇപ്പോൾ വീണ്ടും രാജീവ് ചന്ദ്രശേഖർ മുൻപാകെ എത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് സി കൃഷ്ണകുമാർ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി അംഗമാണ്. എതിരെയാണ് ഇത്തരത്തിലൊരു പരാതി പാലക്കാട് സ്വദേശിയായിട്ടുള്ള യുവതി നൽകിയത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മുൻപ് ഉയർന്നു വന്ന പീഡന പരാതിയാണ്. എന്നാൽ ഇത്തരത്തിലൊരു വിഷയം സംസ്ഥാന നേതാക്കളെ അന്ന് അറിയിച്ചിരുന്നു. എന്നാൽ യാതൊരുവിധ നടപടിയും അന്ന് എടുത്തിട്ടില്ല എന്ന ഗുരുതര ആരോപണവും രാജീവ് ചന്ദ്രശേഖരന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അന്ന് വി മുരളീധരൻ, അതുപോലെ തന്നെ എം.ടി. രമേശ്, RSSൻ്റെ അന്നത്തെ സെക്രട്ടറി ആയിട്ടുള്ള RSSൻ്റെ നേതാവായിട്ടുള്ള ഗോപാലൻകുട്ടി മാസ്റ്റർ അടക്കമുള്ള നേതാക്കൾക്ക് ഈ പരാതി നൽകിയിരുന്നു. ഗോപാലൻകുട്ടി മാസ്റ്ററെ എറണാകുളം എളമക്കരയിലെ വീട്ടിൽ നേരിട്ട് എത്തിയാണ് പരാതി നൽകിയത് എന്നും ഈ രാജീവ് ചന്ദ്രശേഖരന് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ യുവതി ഉന്നയിക്കുന്നുണ്ട്. കാരണം ലൈംഗികമായി പീഡിപ്പിച്ചു, സി കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ അന്നത്തെ കേന്ദ്ര നേതൃത്വമോ RSS നേതൃത്വമോ യാതൊരുവിധ നടപടിയും സി കൃഷ്ണകുമാറിനെ എടുത്തില്ല. പകരം പല പദവികളും നൽകി. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി നിയമിക്കുന്നു. അതേപോലെ തന്നെ പാലക്കാട് നഗരസഭയിലേക്ക് മത്സരിക്കുന്നു. അത്തരത്തിൽ യാതൊരുവിധ സ്ത്രീപീഡന പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സി കൃഷ്ണകുമാറിനെതിരെ എടുക്കാതെ പല പദവികളുമാണ് ബി.ജെ.പി. നൽകി സി കൃഷ്ണകുമാറിനെ സംരക്ഷിച്ചത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇപ്പോൾ ഈ പരാതിക്ക് അടിസ്ഥാനമായി പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം, സി കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് വിവിധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അതിനാൽ തന്നെ ഇത് കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും പരാതി പുതിയ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് നൽകാൻ തയ്യാറായത് എന്നാണ് ഈ കത്തിൽ പറയുന്നത്. അത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് സി കൃഷ്ണകുമാറിനെതിരെയും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആര്യ, അതായത് സച്ചിൻ, മുമ്പും ഇത്തരത്തിൽ ഈ യുവതി പരാതി നൽകിയിട്ടുണ്ടെന്നാണോ ഇതിലൂടെ വ്യക്തമാക്കുന്നത്? ആ പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയത്, അങ്ങനെയാണോ? തീർച്ചയായും. കാരണം മുൻപ്, അതായത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന പീഡനത്തെക്കുറിച്ചാണ് ഇത്തരത്തിൽ യുവതി വീണ്ടും സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് പരാതി നൽകിയത്. വർഷങ്ങളായി താൻ ഇത്തരത്തിൽ മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യം ഈ കത്തിൽ ആ യുവതി ഉന്നയിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ലൈംഗിക അതിക്രമണമാണ് താൻ നേരിട്ടത് എന്നാണ് കത്തിൽ പറയുന്നത്. സി കൃഷ്ണകുമാറിനെതിരെ ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങളും അതേപോലെ തന്നെ തെളിവുകളടക്കം ബി.ജെ.പി. നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടും യാതൊരുവിധ പരിഹാര നടപടിയും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ സി കൃഷ്ണകുമാറിനെതിരെ നടപടികൾ എടുക്കാൻ വേണ്ടി ബി.ജെ.പിയോ RSSോ തയ്യാറായിട്ടില്ല. പകരം അദ്ദേഹത്തിന് ഉയർച്ച മാത്രം ഉണ്ടാക്കുന്ന നിലപാടാണ് ബി.ജെ.പിയും RSSും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പുതിയ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് ഈ പരാതി നൽകാനുള്ള ഒരു കാരണമായി ഈ കത്തിൽ പറയുന്നത്. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള സ്ത്രീകളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ മുദ്രാവാക്യം ഉയർത്തി ബി.ജെ.പി. സമരം നടത്തുന്നു. ഇതിൽ മനന്നൊന്താണ് വീണ്ടും ഇത്തരത്തിലൊരു കത്ത് അയക്കുന്നത് എന്നാണ് നിലവിൽ യുവതി രാജീവ് ചന്ദ്രശേഖരനെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അന്വേഷിച്ച് കൃത്യമായ നടപടി ഉണ്ടാകും എന്നൊരു ഉറപ്പ് നൽകിയതായും യുവതിയുടെ കത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായും നമുക്ക് അറിയാം, ഈ നിരവധി തവണ ഈ നേതൃത്വത്തിനടക്കം പരാതി നൽകിയിട്ടും ഈ സി കൃഷ്ണകുമാറിനെ സംരക്ഷിക്കുകയായിരുന്നു നേതൃത്വം. ഇനി ഇതിൽ അറിയേണ്ടത്, ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖർ ഈ പരാതി നൽകിയ യുവതിക്ക് നൽകിയ മറുപടി, ഇതിൽ ഉചിതമായ നടപടി ഉണ്ടാകുമെന്നാണ്. നമുക്കറിയാം, ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയമാണ്. ഇത്തരത്തിൽ ഉയർന്നു വരുന്ന പരാതികൾ അത് ഈ ബി.ജെ.പിയെ തന്നെ അടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതിൽ രാജീവ് ചന്ദ്രശേഖർ എടുക്കുന്ന നടപടി എന്താ എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ് സച്ചിൻ.
ആര്യ, അതുതന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്കെതിരെയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പീഡന ആരോപണം തന്നെയാണ് ബി ജെ പിയിലും യൂത്ത് കോൺഗ്രസിന് പിന്നാലെ ബി ജെ പിയെയും ഇപ്പോൾ പാലക്കാട്ട് പ്രതിസന്ധിയായി ആക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ രീതിയിലുള്ള സമരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് നടത്തിയിരുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, പാലക്കാട് നടത്തുന്ന RSSന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ ബോംബ് പൊട്ടിയിരുന്നു. ഇത് മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു ബി ജെ പിയുടെ ഭാഗത്തു നിന്ന്. മറ്റൊരു കാര്യം പറയുന്നത്, ബി ജെ പി ഇത്തരത്തിൽ സമരം നടത്തുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം നടത്തുമ്പോൾ തന്നെ ബി ജെ പിയുടെ മുൻ നേതാവ് ഇപ്പോൾ കോൺഗ്രസിലുമുള്ള സന്ദീപ് വാര്യർ പല പീഡന കാര്യങ്ങളും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. അത് ഇത്തരത്തിൽ ബി ജെ പിക്കെതിരെയുള്ള ആയുധമായി മാറാൻ സാധ്യതയുള്ളതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സമരം ശക്തമാക്കാനുള്ള ഒരു ശ്രമം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ പൊളിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും പറഞ്ഞിരുന്നു, ഈ കാളയെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ മുന്നിൽ കെട്ടേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. അത് ഇത്തരത്തിൽ സി കൃഷ്ണകുമാറിനെതിരെയുള്ള ആരോപണങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടെ സി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ബി ജെ പിയെ ഏറെ പിടിച്ചുകുലുക്കുന്ന ഒരു കേസായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ പ്രധാനമായും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്ത് നിലപാടെടുക്കും എന്നതിൽ തന്നെയാണ്. ആര്യ, എന്തായാലും കോൺഗ്രസിന് പിന്നാലെ ബി ജെ പിയെയും വീട്ടിലാക്കി പുതിയ പരാതികൾ, ആരോപണങ്ങൾ പുറത്തുവരികയാണ്. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്.